പത്തനാപുരം തപാൽ ഓഫീസിൽ തപാൽ വിതരണം സ്തംഭിച്ചതോടെ ദിവസങ്ങൾ പഴക്കമുള്ള ആയിരക്കണക്കിന് തപാൽ ഉരുപ്പടികൾ പോസ്റ്റ് ഓഫീസിനുള്ളിൽ കെട്ടിക്കിടക്കുകയാണ്. പോസ്റ്റ്മാൻ ഇല്ലാത്തതുമൂലമാണ് ഇത്തരമൊരു ദുർഗതി ഉണ്ടായതെന്ന് അറിയുന്നു. ഉത്തരവാദിത്തപ്പെട്ട മേലുദ്യോഗസ്ഥന്മാരെ വിഷയത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തിയെങ്കിലും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. 6 പോസ്റ്റ്മാൻമാരുടെ തസ്തികയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ പെൻഷൻ പറ്റിയതോടെ ഇവരുടെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ തപാൽ വിതരണം മുടങ്ങി. ഇതുമൂലം പത്തനാപുരം പട്ടണവും പാതിരിക്കൽ പ്രദേശവും ഉൾക്കൊള്ളുന്ന വലിയൊരു ജനവാസ മേഖലയിൽ തപാലുകൾ എത്താതെയായി. ആയിരക്കണക്കിന് വീടുകളിലും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, KSRTC, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഫോറസ്റ്റ് ഡിപ്പോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും എത്തേണ്ട തപാൽ ഉരുപ്പടികളാണ് കുന്നുകൂടി കിടക്കുന്നത്. 6 പോസ്റ്റ്മാൻമാർ ചെയ്യേണ്ട ജോലി 4 പേർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതുപോലെ നിലവിലുള്ള പോസ്റ്റ്മാൻമാർക്ക് ജോലിഭാരം കൂടുതലായാലും അവർക്കത് ചെയ്യാനും കഴിയും. അതുകൊണ്ട് 10-ാം തീയതിക്ക് ശേഷമുള്ള 11 ആർട്ടിക്കിൾസ് വിതരണം പെൻഡിങ് തയ്യാറാക്കാൻ ഈ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് 6 പോസ്റ്റ്മാരാണ്. ഈ 6 പേരെ വെട്ടിച്ചുരുക്കി 4 ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ്മാരും ഒരു ED പോസ്റ്റ്മാരും. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ 10/5/2013 ED പോസ്റ്റ്മാൻ പെൻഷൻ പറ്റി. ആ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ്മാൻ പെൻഷൻ പറ്റി കഴിഞ്ഞപ്പോൾ ആ വേക്കൻസി നമ്മൾ ഞങ്ങളുടെ ചെയ്യണമെന്ന് അവർ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പം തന്നെ അധികമായ ജോലി കിടക്കുന്നുണ്ട് പേരിൽ. കാരണം 4 മണി കഴിഞ്ഞാലും ഞങ്ങളുടെ ജോലി തീരുന്നു. 3:30 റിട്ടേൺസ് കൊടുക്കേണ്ട ഞങ്ങൾ 4 മണി 4:30 ആകുമ്പോഴാണ്. തൊഴിൽ രംഗത്ത് അധിക ഭാരം അടിച്ചേൽപ്പിച്ചാൽ അംഗീകരിക്കില്ലെന്നും ജീവനക്കാർ പറഞ്ഞു. പത്തനാപുരത്തെ പ്രധാന പോസ്റ്റ് ഓഫീസിൽ തപാൽ വിതരണം സ്തംഭിച്ചിട്ടും ഇതിനോട് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ രാഷ്ട്രീയ യുവജന സംഘടനകൾ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.